ടോപ്പ് ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയറിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഇമ്മ്യൂണിറ്റി? ഇമ്മ്യൂണിറ്റി പറഞ്ഞാൽ എന്താണ്? ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഡിസീസിൽ നിന്നും സ്വയം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബോഡിയുടെ നാച്ചുറൽ എബിലിറ്റിയാണ്. ഇപ്പോൾ പാത്തോജൻസ് പോലെയുള്ള ഹാംഫുൾ ജേംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഡിഫൻസ് സിസ്റ്റം കൂടിയാണ് ഇത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വന്നിട്ട് പാത്തോജൻസ് പോലെയുള്ള ഹാംഫുൾ ജേംസിനെ നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്നതിൽ തടയുന്നു. അതുമാത്രമല്ല, പിന്നെയും നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന പാത്തോജൻസിനെ ഇത് ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Immunity is the body's natural ability to protect itself from diseases. It is a defense system that fights against harmful germs called pathogens. This system helps to prevent pathogens from entering the body. It also destroys any pathogens that do manage to enter. Question: What are the two main types of immunity? രണ്ട് main type immunity ഏതൊക്കെയാണ്? ഇപ്പോൾ രണ്ട് മെയിൻ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും പിന്നൊന്ന് അക്വേർഡ് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ജനറൽ പ്രൊട്ടക്ഷൻ ആണ്. അതേസമയം അക്വേർഡ് ഇമ്മ്യൂണിറ്റി പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണ്. അതായത് നമ്മളൊരു വാക്സിൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്തോജൻ എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് ഈ ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The two main types of immunity are innate immunity and acquired immunity. Innate immunity is a general protection that we are born with. Acquired immunity is a specific protection that we develop over a lifetime. It develops after we are exposed to a pathogen or get a vaccine. Question: What is phagocytosis? Phagocytosis പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയ പോലെയുള്ള ഫോറിൻ പാർട്ടിക്കിൾസിനെ വൈറ്റ് ബ്ലഡ് സെൽസ് ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്ന വൈറ്റ് ബ്ലഡ് സെൽസിനെ ഫാഗോസൈറ്റ്സ് എന്നാണ് പറയാറ്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Phagocytosis is a process where certain white blood cells eat and destroy foreign particles. These foreign particles include germs like bacteria. The white blood cells that perform this action are called phagocytes. This is an important part of the body's second line of defense. Question: What is the inflammatory response? Inflammatory response പറഞ്ഞാൽ എന്താണ്? ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബോഡിയുടെ റിയാക്ഷനെയാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി? അക്വയർഡ് ഇമ്മ്യൂണിറ്റി പറഞ്ഞാൽ എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചതിന് ശേഷം നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ് ആണ്. ഇത് പാത്തോജൻസിനെ റെക്കഗ്നൈസ് ചെയ്യാനും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിലോട്ട് മെയിൻലി ക്യാരി ചെയ്യുന്നത് ലിംഫോസൈറ്റ്സുകളാണ്. അതായത് ബി സെൽസും ടി സെൽസും ലിംഫോസൈറ്റ്സുകളാണ്. അപ്പോൾ ഈ ഒരു ഇമ്മ്യൂണിറ്റി വന്നിട്ട് പർട്ടിക്കുലർ ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു ലോങ് ലാസ്റ്റിംഗ് പ്രൊട്ടക്ഷൻ ആണ് നൽകുന്നത്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. അക്വയർഡ് ഇമ്മ്യൂണിറ്റി is a specific type of defense that the body develops after birth. It learns to recognize and fight against specific pathogens. This immunity is mainly carried out by lymphocytes, that is B cells and T cells. It provides long-lasting protection against a particular disease. Question: What is the function of B lymphocytes? B lymphocytes ന്റെ ഫംഗ്ഷൻ എന്താണ്? ബി ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ ബി സെൽസ് എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഒരു ടൈപ്പാണ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആന്റിബോഡീസ് പോലെയുള്ള സ്പെഷ്യൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ്. ഈ ഓരോ ആന്റിബോഡിയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സ്പെസിഫിക് ആന്റിജനെ ടാർഗറ്റ് ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനുമാണ്. അപ്പോൾ ഈ ഒരു ആക്ഷൻ വന്നിട്ട് പാത്തോജൻസിനെ ബോഡിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ബി lymphocytes or B cells are a type of white blood cells. Their main function is to produce special proteins called antibodies. Each antibody is designed to target and neutralize a specific antigen. This action helps the body to eliminate pathogens. Question: What is the function of T lymphocytes? T lymphocytes ന്റെ ഫംഗ്ഷൻ എന്താണ്? ടി ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ ടി സെൽസ് എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ മറ്റൊരു ടൈപ്പാണ്. ഇത് വന്നിട്ട് തൈമസ് ഗ്ലാൻഡിലാണ് മെച്ചുവേർഡ് ആവുന്നത്. ചില ടി സെൽസ് വന്നിട്ട് വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബോഡി സെൽസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് ക്യാൻസർ സെൽസിനെ റെക്കഗ്നൈസ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവും കൂടിയുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതും നോക്കാം. T lymphocytes or T cells are another type of white blood cell.
They mature in the thymus gland. Some T cells can identify and kill body cells that are infected with virus. They can also recognize and destroy cancer cells. Question: What is vaccination? Vaccination പറഞ്ഞാൽ എന്താണ്? ഒരു ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാക്സിനകത്ത് പാത്തോജന്റെ ഹാംലെസ് ഫോം ആയിരിക്കും ഉണ്ടാവുക. ഇത് നമ്മുടെ ശരീരത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും റിയൽ ആയിട്ടുള്ള ഡിസീസ് വരുന്ന സമയത്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Vaccination is a method of creating artificial immunity against a disease. It involves introducing a vaccine into the body. A vaccine contains a harmless form of a pathogen. This prepares the immune system to fight the real disease in future. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: How do vaccines work? Vaccines എങ്ങനെയാണ് വർക്ക് ആവുന്നത്? വാക്സിൻസ് ആന്റിജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഡിസീസ് ഒന്നും വരുത്താതെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി വന്നിട്ട് ആന്റിബോഡീസും അതുപോലെ തന്നെ മെമ്മറി സെൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മെമ്മറി സെൽസ് വന്നിട്ട് പാത്തോജനെ ഓർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു റിയൽ ആയിട്ടുള്ള പാത്തോജനെ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാക്സിൻസ് വന്നിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിഫെൻസ് ചെയ്യും. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. വാക്സിൻസ് ആക്ട് ആസ് ആന്റിജൻസ് സ്റ്റിമുലേറ്റിംഗ് ദ ഇമ്മ്യൂൺ സിസ്റ്റം വിത്തൗട്ട് കോസിംഗ് ദ ഡിസീസ്. ദ ബോഡി റെസ്പോൺസ് ബൈ പ്രൊഡ്യൂസിംഗ് ആന്റിബോഡീസ് ആൻഡ് മെമ്മറി സെൽസ്. These memory cells remember the pathogen. If the body encounters the real pathogen later, it can mount a quick and strong defense. Question: Who is known as the father of vaccination? Father of vaccination എന്ന് അറിയപ്പെടുന്നത് ആരാണ്? എഡ്വാർഡ് ജെന്നർ ആണ് ഫാദർ ഓഫ് വാക്സിനേഷൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഡോക്ടറായിരുന്നു. ഇദ്ദേഹം എന്താ ഒബ്സർവ് ചെയ്തു വെച്ചാൽ കൗപോക്സ് വന്ന ആളുകൾക്ക് സ്മോൾ പോക്സ് വരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഒരു ടെസ്റ്റ് നടത്തി. അതായത് കൗപോക്സ് ഉള്ള ഒരു ആൺകുട്ടിയിലാണ് ഇദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആകുകയും അദ്ദേഹം ഫസ്റ്റ് വാക്സിൻ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എഡ്വാർഡ് ജെന്നർ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് വാക്സിനേഷൻ. He was an English doctor who observed that people who got cowpox did not get smallpox. He tested his theory by inoculating a boy with cowpox material. This successful experiment led to the development of the first vaccine. Question: What is the difference between communicable and non-communicable diseases? Communicable diseases ഉം non-communicable diseases തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ആണ്. ഇത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വൈറസും ബാക്ടീരിയ പോലെയുള്ള പാത്തോജൻസ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ വരുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അപ്പോൾ ഇത് ഇൻഫെക്ഷ്യസ് അല്ല. അത് നമ്മുടെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് സ്പ്രെഡ് ആവുന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻസർ, ഡയബറ്റീസ്, പിന്നെ ഹാർട്ട് ഡിസീസസ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Communicable diseases are infectious and can spread from one person to another. They are caused by pathogens like bacteria and viruses. Non-communicable diseases are not infectious and cannot be passed from person to person. Examples include cancer, diabetes, and heart disease. Question: How do bacteria cause disease? എങ്ങനെയാണ് ബാക്ടീരിയ ഡിസീസ് ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ബാക്ടീരിയ വന്നിട്ട് നമ്മുടെ ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഡിസീസസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ടോക്സിൻസ് പോലെയുള്ള ഹാംഫുൾ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ ടോക്സിൻസ് വന്നിട്ട് നമ്മുടെ ബോഡിയിലുള്ള സെൽസിനെയും ടിഷ്യൂസിനെയൊക്കെ ഡാമേജ് ചെയ്യുകയും അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ഡാമേജ് വന്നിട്ട് ഡിസീസ് പോലെയുള്ള സിംറ്റംസിന് ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ബാക്ടീരിയ കോസ് ഡിസീസ് ബൈ മൾട്ടിപ്ലൈയിങ് ഇൻ ബോഡി. They can produce harmful substances called toxins. These toxins can damage or destroy our body cells and tissues. This damage leads to the symptoms of the disease. Question: What virus causes AIDS and which cells does it attack? ഏത് വൈറസ് ആണ് എയ്ഡ്സിന് കാരണമാകുന്നത്? അത് ഏത് സെൽസിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്?
ഇപ്പൊ എയ്ഡ്സ് അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോമിന് കാരണമാകുന്നത് HIV ആണ്, അതായത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഈ ഒരു വൈറസ് ആദ്യം വന്നിട്ട് ടി ലിംഫോസൈറ്റ്സിന്റെ ടൈപ്പ് ആയിട്ടുള്ള ഹെൽപ്പർ ടി സെല്ലിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സെൽസിനെ അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ HIV വന്നിട്ട് ഇൻഫെക്ഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിന്റെ എബിലിറ്റിനെ വീക്കൻ ചെയ്യാൻ പറ്റും. അതുമൂലം ഒരു വ്യക്തിയിൽ പല അസുഖങ്ങളും അത് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. AIDS or acquired immunodeficiency syndrome is caused by the HIV human immunodeficiency virus. This virus primarily attacks a type of T lymphocyte called the helper T cell. By destroying these important immune cells, HIV weakens the body's ability to fight off other infections. This makes the person vulnerable to many other diseases. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: How is malaria transmitted? മലേറിയ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? മലേറിയ പറയുന്ന ഡിസീസ് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവ പാരസൈറ്റ് മൂലമാണ് ഉണ്ടാവുന്നത്. ഇത് വന്നിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നും ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണിലോട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് ട്രാൻസ്മിഷൻ നടത്തുന്നത് ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോന്റെ ബൈറ്റോട് കൂടിയാണ്. അപ്പൊ ഈ ഒരു മോസ്കിറ്റോ വന്നിട്ട് ഒരു വെക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലോട്ട് പാരസൈറ്റ് ആണ് ക്യാരി ചെയ്യുന്നത്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ, ചിൽസ്, അതുപോലെ തന്നെ ഷിവറിംഗ് ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. മലേറിയ ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ എ പ്രോട്ടോസോവ പാരസൈറ്റ് കോൾഡ് പ്ലാസ്മോഡിയം. It is transmitted from an infected person to a healthy person through the bite of a female Anopheles mosquito. The mosquito acts as a vector carrying the parasite from one person to another. Symptoms include fever, chills, and shivering. Question: What is cancer? Cancer പറഞ്ഞാൽ എന്താ? അപ്പൊ ക്യാൻസർ എന്ന് പറയുന്ന ഡിസീസ് ആണ്. ഇതിനകത്ത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡിവിഷൻ ആണ് വരുന്നത്. അതായത് അബ്നോർമൽ സെൽസ് ഇവിടെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ നോർമൽ സെൽസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റം അതിനകത്ത് ഉണ്ടാവും. പക്ഷെ ക്യാൻസർ സെൽസിനകത്ത് ഈ ഒരു കൺട്രോൾ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഈ അബ്നോർമൽ സെൽസ് വന്നിട്ട് പിന്നീട് ട്യൂമേഴ്സ് ആയിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിന്റെ മറ്റു പാർട്സിലോട്ട് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്പ്രെഡിന് നമ്മൾ പറയുന്നതാണ് മെറ്റാസ്റ്റസിസ് എന്ന്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Cancer is a disease characterized by the uncontrolled division and growth of abnormal cells. Normal cells have a system to control their growth, but cancer cells lose this control. These abnormal cells can form tumors and spread to other parts of the body. This spread is called metastasis. Question: What is a lifestyle disease? Give an example. ലൈഫ് ഡിസീസ് പറഞ്ഞാൽ എന്താണ്? അതിനൊരു ഉദാഹരണം എഴുതുക. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ഇത് കൂടുതലും കോസ് ചെയ്യുന്നത് അൺഹെൽത്തി ഡെയിലി ഹാബിറ്റ്സ് മൂലമാണ്. ഈ ഒരു ഹാബിറ്റ്സ് എന്ന് പറയുന്നത് പുവർ ഡയറ്റ് ആവാം, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലായ്മയാവാം, അല്ലെങ്കിൽ സ്മോക്കിംഗ് ആവാം. ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. മറ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷറും ഹാർട്ട് ഡിസീസ് എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. A lifestyle disease is a non-communicable disease that is largely caused by unhealthy daily habits. These habits can include a poor diet, lack of physical activity, and smoking. An example of a lifestyle disease is type 2 diabetes. Other examples include high blood pressure and heart disease. Question: What is a hereditary disease? Give an example. Hereditary disease പറഞ്ഞാൽ എന്താണ്? അതിനൊരു ഉദാഹരണം എഴുതുക. പാരൻസിൽ നിന്നും ചിൽഡ്രനിലോട്ട് പാസ് ചെയ്യുന്ന ജനറ്റിക് ഡിസോർഡർ ആണ് ഹെറിഡിറ്ററി ഡിസീസ് എന്ന് പറയുന്നത്. ഇത് കോസ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ജീൻസിന്റെ മ്യൂട്ടേഷൻ മൂലമോ അല്ലെങ്കിൽ ഡിഫക്റ്റ് മൂലമോ ആവാം. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹീമോഫീലിയാണ്. ഇപ്പൊ ഹീമോഫീലിയയില് ബ്ലഡിന് ക്ലോട്ട് ചെയ്യാനുള്ള, അത് പ്രോപ്പറായിട്ട് ക്ലോട്ട് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. A hereditary disease is a genetic disorder that is passed down from parents to their children. It is caused by a defect or mutation in a person's genes. An example of a hereditary disease is hemophilia. In hemophilia, the blood lacks the ability to clot properly. Question: What are antibiotics? Antibiotics പറഞ്ഞാൽ എന്താണ്?
ബാക്ടീരിയ മൂലമുണ്ടാവുന്ന ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ് ആന്റിബയോട്ടിക്സ്. ഇത് വന്നിട്ട് ഒന്നില്ലെങ്കിൽ ബാക്ടീരിയനെ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ബാക്ടീരിയനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എഫക്റ്റീവ് അല്ല. ആന്റിബയോട്ടിക്കിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെൻസിലിൻ ആണ്. പിന്നെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. Antibiotics are medicines that are used to treat infections caused by bacteria. They work by either killing the bacteria or stopping them from multiplying. They are not effective against viruses. Penicillin is a well-known example of antibiotic. Question: why is it important to match blood groups for a transfusion? Transfusion blood groups match ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്തിരിക്കണം. ഇത് വന്നിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റിയാക്ഷൻ പ്രിവെന്റ് ചെയ്യാനാണ്. ഒരു വ്യക്തി റോങ് ബ്ലഡ് ടൈപ്പ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ആന്റിബോഡീസ് വന്നിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസിനെ അറ്റാക്ക് ചെയ്യും. ഈ ഒരു റിയാക്ഷന് അഗ്ലൂട്ടിനേഷൻ എന്നാണ് പറയുന്നത്. ഇത് വന്നിട്ട് ബ്ലഡ് വെസൽസിനെ ബ്ലോക്ക് ചെയ്യാനും അതുപോലെ ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. It is crucial to match blood groups to prevent a dangerous immune reaction. If a person receives the wrong blood type, their antibodies will attack the donated red blood cells. This reaction is called agglutination, where the blood cells clump together. This can block blood vessels and can be fatal. Subscribe to this channel for more videos like this. Question: what is the RH factor? RH factor പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ RH ഫാക്ടർ എന്ന് പറയുന്നത് ആൻറ്റിജൻ ടൈപ്പ് ആണ്. ഇത് റെഡ് ബ്ലഡ് സെൽസിൻ്റെ സർഫസിലാണ് കാണപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് ആൻറ്റിജൻ ഉണ്ടെങ്കിൽ, ഈ ഒരു ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത് RH പോസിറ്റീവ് ആയിരിക്കും. ഇനി ഒരു വ്യക്തിക്ക് ഒരു ആൻറ്റിജൻ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത് RH നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്തും അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിലും ഇത് കൺസിഡർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. The RH factor is another type of antigen that can be present on the surface of red blood cells. If you have this antigen, your blood type is RH positive. If you do not have it, your blood type is RH negative. This is also very important to consider during blood transfusions and pregnancy. Question: how is tuberculosis transmitted? Tuberculosis അല്ലെങ്കിൽ TB എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ഇത് വന്നിട്ട് എയർബോൺ ഡിസീസാണ്. അതായത് എയറിലൂടെ ആയിരിക്കും ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ഒരു അസുഖം ബാധിച്ച വ്യക്തി വന്നിട്ട് തുമ്പുകയോ അല്ലെങ്കിൽ ചുമക്കുകയോ ചെയ്ത് അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും അല്ലെങ്കിൽ അത് തുമ്പുന്ന സമയത്ത് ബാക്ടീരിയ ഉള്ള ഒരു ടൈനി ഡ്രോപ്ലെറ്റ്സ് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഈ ഒരു ഡ്രോപ്ലെറ്റ്സ് വന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ ഇൻഹെയിൽ ചെയ്താൽ അല്ലെങ്കിൽ ശ്വസിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഈ ഒരു അസുഖം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Tuberculosis is a bacterial disease that primarily affects the lungs. It is an airborne disease, meaning it spreads through the air. When an infected person coughs, sneezes, or talks, they release tiny droplets containing the bacteria. A healthy person can get infected by inhaling these droplets. Question: what is filariasis or elephantiasis? Filariasis പറഞ്ഞാൽ എന്താണ്? ഫിലാരിയാസിസ് എന്ന് പറയുന്നത് പാരസിറ്റിക് വേംസ് മൂലമുണ്ടാകുന്ന ഡിസീസാണ്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ക്യൂലെക്സ് മൊസ്കിറ്റോൻ്റെ ബൈറ്റ് മൂലമാണ്. അപ്പോൾ ഈ വേംസ് വന്നിട്ട് ലിംഫസെറ്റിക് വെസൽസിനെ ബ്ലോക്ക് ചെയ്യുകയും അവിടെ ഫ്ലൂയിഡ് ബിൽഡപ്പ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇത് മാസീവായിട്ടുള്ള സ്വെല്ലിംഗ് ഉണ്ടാക്കുന്നു. മെയിൻലി ലെഗ്സിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ ഒരു കണ്ടീഷനെയാണ് എലിഫന്റിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Filariasis is a disease caused by parasitic worms. It is transmitted by the bite of a Culex mosquito. The worms block the lymphatic vessels, which causes fluid to build up. This leads to massive swelling, especially in the legs, a condition known as elephantiasis. Question: what is the difference between sickle cell anemia and hemophilia? Sickle cell anemia ഹീമോഫീലിയയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ സിക്കിൾ സെൽ അനീമിയയും ഹീമോഫീലിയയും രണ്ടും ഹെറിഡിറ്ററി ഡിസീസ് ആണ്, പക്ഷെ അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. സിക്കിൾ സെൽ അനീമിയ വന്നിട്ട് റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഷേപ്പിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതായത് ആ റെഡ് ബ്ലഡ് സെൽസിനെ സിക്കിൾ ഷേപ്പിലോട്ടാണ് അത് മാറ്റുന്നത്.
അപ്പം ഇങ്ങനെ ഈ ഒരു ഷേപ്പിലോട്ട് ആവുന്ന സമയത്ത് അവിടെ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റിയാണ് റെഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം ഹീമോഫീലിയ പറയുന്നത് ഒരു ബ്ലീഡിങ് ഡിസോർഡർ ആണ്. അതായത് ബ്ലഡ് പ്രോപ്പറായിട്ട് ക്ലോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത്. ഇത് കോസ് ചെയ്യുന്നത് പ്രോട്ടീൻ പോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ ലാക്ക് മൂലമാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Sickle cell anemia and hemophilia are both hereditary diseases, but they are different. Sickle cell anemia affects the shape of red blood cells, making them sickle-shaped, which reduces their ability to carry oxygen. Hemophilia is a bleeding disorder where the blood does not clot properly. It is caused by the lack of specific clotting factor protein. Question: Why is the overuse of antibiotics danger? എന്തുകൊണ്ടാണ് ആന്റിബയോട്ടിക്സിന്റെ ഓവർ യൂസ് ഡേഞ്ചർ ആണെന്ന് പറയാൻ കാരണം? ആന്റിബയോട്ടിക്സിന്റെ ഓവർ യൂസ് അല്ലെങ്കിൽ അതിന്റെ മിസ്യൂസ് വന്നിട്ട് വളരെ ഡേഞ്ചർ ആണ്. കാരണം വന്നിട്ട് ഇത് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലോട്ട് എത്തിക്കും. അതായത് ബാക്ടീരിയയ്ക്ക് വന്നിട്ട് ഈ ഒരു ആന്റിബയോട്ടിക്കിൽ നിന്നും സർവൈവ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇതുമൂലം ലഭിക്കുന്നു. ഈ റെസിസ്റ്റന്റ് ബാക്ടീരിയ വന്നിട്ട് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുമൂലം ഇൻഫെക്ഷൻസ് ഒക്കെ ഡേഞ്ചറസ് ആവുകയും അത് മാറ്റാനുള്ള വളരെയധികം ഡിഫിക്കൽട്ട് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The overuse and misuse of antibiotics are dangerous because they can lead to antibiotic resistance. This means that bacteria can change and become strong enough to survive the antibiotic. These resistant bacteria are much harder to treat. This makes infections more dangerous and difficult to cure. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.